റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സൈബർ ആക്രമണത്തിനെതിരെ പൊട്ടിത്തെറിച്ച മുൻ മന്ത്രി ജി സുധാകരൻ. ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസം എന്നാണ് വിമർശനം. അമ്പലപ്പുഴയിലെ നേതാവാണ് തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ. ജില്ലാ കമ്മിറ്റി അംഗം കെ ഷാജു അധിക്ഷേപിച്ചതിൽ ജില്ലാ നേതൃത്വം സമാധാനം പറയണം. പാർട്ടിയുടെ ജനസ്വാധീനം ഇല്ലാതാക്കാനുള്ള പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നും ജി സുധാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. റിപ്പോർട്ടർ ചാനലിലെ വാർത്ത ഞാൻ കണ്ടു. അത് വെളിയിൽ കൊണ്ടുവന്നതിന് അഭിനന്ദനങ്ങൾ. ഏറ്റവും ഒടുവിൽ വന്നത് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു കെ ഷാജുവിന്റെയാണ് 2 പോസ്റ്റ്. അപ്പോൾ ഞാൻ കോൺഗ്രസിൽ പോകാൻ പോകണു എന്നൊക്കെയുള്ള പ്രവചനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഷാജു ഇപ്പോൾ DC മെമ്പറാണ്. 62 വർഷമായി ഞാൻ പാർട്ടി പ്രവർത്തിക്കുകയാണ്. ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ എനിക്കതിലൊരു പോസ്റ്റ് ഇടണമെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ജില്ലാ നേതൃത്വം അതിന് സമാധാനം പറയണം. അദ്ദേഹം ആ കമ്മിറ്റി ഇരിക്കാൻ യോഗ്യനാണോ, പാർട്ടി ഇരിക്കാൻ യോഗ്യനാണോ എന്ന്. കോൺഗ്രസിലെല്ലാം പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. ഞാൻ കോൺഗ്രസിൽ പോവാണ്. എന്താ കാരണം? സെമിനാറിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ അശ്ലീല ഭാഷകൾ ഉപയോഗിച്ച് പോസ്റ്റ്, അതിലൊക്കെ താഴെ എന്റെ അച്ഛനെ പറയും. എന്റെ അച്ഛനെ അദ്ദേഹം എന്ത് വിളിച്ചു? എന്റെ അച്ഛനെ പറയേണ്ട കാര്യം എന്താ? പാവപ്പെട്ട മനുഷ്യന് രക്തസാക്ഷിയായ എന്നെ ഇനിയെ ഞങ്ങളിൽ നിന്ന് എടുത്തിട്ട് സ്വന്തമാക്കിയിട്ട് സംസാരിക്കുക. അത്ര ആഭാസകരവും ഭീപത്സവുമായ ഒരു അനുഭവമാണ് ഇത്. നമ്മൾ കൊള്ളക്കാരുടെ ഭാഗത്തെ കണ്ടിട്ടുള്ളത്. രക്തസാക്ഷിയായ എന്റെ അനുജനെ അന്ന് അവസാനം വരെ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചതും അടുത്തു നിന്നതും അത് കഴിഞ്ഞ് മരിച്ചപ്പോൾ ആരും ഒരു ഫണ്ടും തന്നല്ല. ഞങ്ങളുടെ വീട്ടിലെ ആഞ്ഞ മരങ്ങൾ വെട്ടിവിറ്റാണ് ഞാൻ കേസ് നടത്തിയത്. കോൺഗ്രസ് എന്ന് പറയുന്നത് അവരൊരു സെമിനാർ നടത്തിയാൽ അതിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം അറിയാനാണ് എന്നെ വിളിച്ചത്. അവരെയൊക്കെ വിളിക്കാൻ ഞാനാണ് ഉത്തരവാദി. രാഹുൽ ഗാന്ധി ബീഹാറിൽ ഒരു ജാഥ നടത്തിയില്ലേ? ആ ജാഥയിൽ സാഹബ് MA പോയി പ്രസംഗിച്ചു, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. കാരണം ആ ജാഥ നടത്തുന്ന അഴിമതിക്കെതിരായിട്ടാണ്, വർഗീയതക്കെതിരായിട്ടാണ്. ഇവിടെ മുന്നണിയുടെ ആവശ്യമില്ല. പക്ഷേ നാഷണൽ ലെവലിലുള്ള മുന്നണിയെ ഞങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുമോ? അല്ലെ ബേബി പ്രശ്നം. അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ അവിടെ എല്ലാം തന്തയ്ക്ക് വിളിക്കോ? DYFയുടെ ജില്ലാ സെക്രട്ടറി DC മെമ്പറാണ് പാർട്ടിയുടെ. അയാളെ SFയുടെ ജില്ലാ സെക്രട്ടറി ഒരു അക്ഷയനെ മർക്കട പുഷ്കാരനെ വിളി. ഇതെല്ലാം ഫേസ്ബുക്കിൽ വിളിപ്പോൾ രഹസ്യമല്ലല്ലോ. ഇത് ഫേസ്ബുക്കിൽ പറയുകയാണ്. മറുപടി പറഞ്ഞില്ല. മർക്കട പുഷ്കാരൻ ഉടനെ അതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് DYFയുടെ ജില്ലാ സെക്രട്ടറി DC മെമ്പറുമായിട്ടുള്ള ഒരു ചെങ്ങന്നൂരെ കോപ്പറേഡ്. പുന്നപ്ര സൗത്തിൽ LC സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ AC മെമ്പറായിട്ടുള്ള ഈ പുന്നപ്ര സൗത്തിൽ ജഗദീശൻ അയാൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ കോൺഗ്രസിൽ പോകാന്ന്. അപ്പൊ ഇതൊന്നുമല്ല പ്രശ്നം. മനഃപൂർവ്വം അമ്പലപ്പുഴയുള്ള ഒരു നേതാവിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 4-5 വർഷങ്ങളായി നടത്തുന്ന ഏറ്റവും പാർട്ടിക്ക് യോജിക്കാത്ത സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴെന്താ ഇപ്പൊ കളി മാറി തീക്കളിയായിരിക്കുക. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ആരെങ്കിലും ഞാൻ ആക്ഷേപിക്കുന്നത്, ഞാൻ അഭിപ്രായങ്ങൾ പറയും. ഒരു 25 പേരോളം ഉണ്ട്. എല്ലാം കൂടി അത്രയേ ഉള്ളൂ. ഇവരെ ആലോചിച്ചിട്ട് എല്ലാം 25 പേര് മിക്കവാറും ഈ അമ്പലപ്പുഴ മണ്ഡലത്തിലുള്ളവരാണ്. വെളിയിൽ നിന്ന് ഒരാൾ പോലുമില്ല. അവരാലോചിച്ചിട്ട് അവരുടെ സുഹൃത്തുക്കളെ കൊണ്ടും പിന്നെ കൃത്രിമ ഐഡിയ ഉണ്ടാകും. ലത്തീഫ് ചമ്പക്കുളം ആരാന്ന് ആർക്കും അറിയാം. വേറൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കുഞ്ഞു കൂത്താട്ടുകുളം ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യിക്കുകയാണ്. ആസന്നമായ പഞ്ചായത്ത്, മുനിസിപ്പൽ ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷനിൽ CPMന്റെ ജനസ്വാധീനം ഇല്ലാതാക്കുന്നതിനുള്ള പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് ഈ കാണിക്കുന്നത്. ജനങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല, അവർ അംഗീകരിക്കില്ല. പൊളിറ്റിക്കൽ ക്രിമിനലിസം, പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസം എന്നൊക്കെയാണ് ഷാജുവിനെതിരെ തുറന്നടിക്കുകയാണ് ജി സുധാകരന്റെ ആരോപണത്തിന് മറുപടിയുമായി ജില്ലാ കമ്മിറ്റി അംഗം കെ ഷാജു തന്നെ രംഗത്തെത്തി. പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസം ഒന്നും തനിക്കറിയില്ലെന്നും ജി സുധാകരന്റെ മേൽ കുതിര കയറേണ്ട ആവശ്യം തനിക്കില്ലെന്നും കെ ഷാജു പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ ജി സുധാകരൻ പുകഴ്ത്തില്ല എന്നാണ് താൻ പറഞ്ഞതെന്നും കെ ഷാജു വിശദീകരിച്ചു. അങ്ങനൊന്നുമില്ല. എനിക്ക് അറിയത്തില്ല ഈ പൊളിറ്റിക്കൽ ഗാങ്സ്റ്റർ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പുള്ളി അദ്ദേഹത്തിന്റെ അനുഭവത്തിലായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്. എനിക്കറിയത്തില്ല. ഞാനൊന്നും പുള്ളിക്കെതിരായിട്ടൊന്നും ഒരു കാര്യത്തിനും ചെയ്തിട്ടില്ല. എനിക്ക് അദ്ദേഹം എവിടെ പോകുന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം എവിടെ വേണമെങ്കിലും പോട്ടെ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഞങ്ങൾക്കെല്ലാം മാതൃകാ പുരുഷനാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. ജി സുധാകരൻ സാഹോ ഇത്തരം കാര്യങ്ങൾ പറയില്ല എന്നാണ് എന്നെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോക തോൽവിയായിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവാണ്. ഇങ്ങനെ സഖാവ് ഇങ്ങനെ 110 മാർക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ അദ്ദേഹം പറയാൻ ഇടയില്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു തരത്തിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല. വിമർശനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയാണ്, ആണിക്കല്ലാണ്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എന്തായാലും ഈ ജില്ലാ കമ്മിറ്റിയിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ജി സുധാകരൻ. പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസം, പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നൊക്കെയാണ് പറയുന്നത്. സൈബർ ആക്രമണത്തിൽ സഹികെട്ടാണ് ജി സുധാകരന്റെ പ്രതികരണം. എന്താണ് ഇപ്പോൾ ജി സുധാകരൻ ആക്ഷേപിച്ച നേതാവിന് പറയാനുള്ളത്? നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങിയോ ശരത്? അരുൺകുമാർ, അതായത് യഥാർത്ഥത്തിൽ സഹികെട്ട് കൊണ്ട് തന്നെയാണ് ജി സുധാകരൻ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിച്ചുള്ള പ്രതികരണത്തിലേക്ക് ഇന്നലെ വന്നെത്തിയത്. കാരണം കഴിഞ്ഞ കുറെ നാളായി
ജി സുധാകരനെ സൈബറിടത്തിൽ ആക്രമിക്കുന്നു. അത് ഇത്തരത്തിൽ ഇടത് മുഖങ്ങളുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകളെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അത്തരം ആളുകളാണ്. പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റി അംഗം അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പേരെടുത്തുകൊണ്ട് തന്നെ കൃത്യമായി ആരൊക്കെയാണ് ഇതിന് പുറകിലുള്ളത്, ആളുകളുടെ പേരടക്കം എടുത്തുകൊണ്ട് തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. കെ ഷാജു അടക്കമുള്ള ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇത്തരത്തിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയത്. അമ്പലപ്പുഴയിലുള്ള ഒരു നേതാവിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസമാണ് എന്നുള്ളതായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം. സംഭവത്തിൽ ഒരു വിശദീകരണവുമായപ്പോൾ കെ ഷാജു തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ ജി സുധാകരനെ അധിക്ഷേപിച്ചിട്ടില്ല, ഈ പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസം എന്നുള്ളത് തനിക്കറിയില്ല, അത് ജി സുധാകരന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കും, തനിക്കത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അതേസമയത്ത് പ്രതിപക്ഷ നേതാവിനെ 100-ൽ 110 മാർക്ക് കൊടുക്കണമെന്ന ജി സുധാകരന്റെ പ്രസ്താവനയാണ് താൻ വിമർശിച്ചത്. അത് സുധാകരൻ അങ്ങനെ പറയില്ല എന്നാണ് തന്റെ പോസ്റ്റിൽ പറയുന്നത്. അതല്ലാതെ സുധാകരനെ വിമർശിക്കുകയല്ല ചെയ്യുന്നത് എന്ന രീതിയിലാണ് കെ ഷൈജു പറയുന്നത്. മാത്രമല്ല ജി സുധാകരൻ മാതൃകാപരമായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, തങ്ങളൊക്കെ തന്നെ ആരാധിക്കുന്ന ആളാണ് എന്നടക്കം കെ ഷാജു പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ സൈബർ ഇടത്തിൽ സുധാകരനെതിരായ ആക്രമണത്തിൽ അതിൽ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പങ്കാളികളാണ് എന്ന് തന്നെയാണ് ജി സുധാകരൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഷാജു മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ അടക്കമുള്ള ആളുകളുടെ പേര് ജി സുധാകരൻ പറയുന്നുണ്ട്. ഒപ്പം SFI നേതാവ് അക്ഷയുടെ പേര്, അതിനപ്പുറം പുന്നപ്രയിലെ ലോക്കൽ സെക്രട്ടറിയുടെ പേര്, അങ്ങനെ ആളുകളുടെ പേരെടുത്തുകൊണ്ടുള്ള വിമർശനം തന്നെയാണ്. നിലവിൽ എന്തായാലും ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം തിരുവനന്തപുരത്താണുള്ളത്. ഇതിൽ പാർട്ടി നേതൃത്വം ഇടപെടണമെന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. ഒരു മുതിർന്ന നേതാവല്ലേ, പാർട്ടി എങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് ശരിയല്ലല്ലോ. അതും അദ്ദേഹത്തിന്റെ കുടുംബത്തെ വരെ അധിക്ഷേപിച്ചുകൊണ്ടാണ്. ഭുവനേന്ദ്രന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ പിതാവിനെയൊക്കെ അധിക്ഷേപിക്കുന്നു എന്ന് പറയുന്നത് ഒരു ശരിയായ രീതി